ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് പയറുപ്പേരിൻ്റെ റെസിപ്പി ആയിട്ടാണ്. തേങ്ങയൊക്കെ ഒതുക്കിയിട്ടുള്ള പയറുപ്പേരിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പയർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ചേർക്കുക, ഒരല്പം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് വേവിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു 500 ഗ്രാം പയറൊക്കെ എടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് വേവിക്കാൻ വെയിറ്റ് ചെയ്യുക. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 പച്ചമുളകും 2 അല്ലി ചെറിയുള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ. ഈ പച്ചമുളകിന് അത്ര എരിവില്ല. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2ഓ 3ഓ ഒക്കെ എടുത്താൽ മതി. 4 എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ചെമ്മന്തിക്കൊക്കെ ഒതുക്കുന്ന പോണം ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. അധികം ഒടിഞ്ഞു പോകണമെന്നില്ല. അപ്പോൾ നമ്മൾ തേങ്ങ ഒതുക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളെ പയറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വറവിട്ടിട്ട് അതിലേക്ക് തേങ്ങയൊക്കെ ചേർത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് കറിവേപ്പില ചേർത്തു. എന്നിട്ട് കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ പയർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ ഉപ്പൊക്കെ പോരാന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്തോളൂ കേട്ടോ. അപ്പം അടിപൊളിയായിട്ടുള്ള പയറുപ്പേർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.